വീണ്ടും വാർത്തയിലേക്കാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമൂഹിക സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശലഭ ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പ്രകൃതി സൗഹൃദവും ആകർഷകവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഇടുക്കി രാമക്കൽമേട്ടിൽ ശലഭോദ്യാനം നിർമ്മിച്ചു. പൊതുഭരണ വകുപ്പിന് കീഴിലെ സാമൂഹ്യ സന്നദ്ധ സേനയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശലഭ ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളെ കോർത്തിണക്കിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുക. ഇടുക്കിയിൽ ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിലെ NSS യൂണിറ്റുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മുമ്പുണ്ടായിരുന്ന പ്രകൃതി ഭംഗി അതേപടി നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്ക് പിന്നിലുള്ളത്. ഇതോടൊപ്പം കൂടുതൽ സഞ്ചാരികളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുന്ന ലക്ഷ്യമാണ്. ചിത്രശലഭങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരിക, പഴവരെ ആ ഒരു ജൈവ വൈവിധ്യം തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ആശയത്തോടു കൂടി നമ്മളിവിടെ ഒരു ഈ ക്ലീനിങ് ഡ്രൈവിനോടൊപ്പം തന്നെ സന്നദ്ധസേന ഡയറക്ടറേറ്റും ജവഹർലാൽ നെഹ്റു കോളേജിലെ NSS യൂണിറ്റിലെ കുട്ടികളും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഒരു ഉദ്യാനം ചിത്രശലഭ ഉദ്യാനം ഇവിടെ നമ്മൾ നിർമ്മിക്കുന്നത്. രാമക്കൽമേട്ടിൽ നിലമൊരുക്കി ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് ശലഭ ഉദ്യാനം ഒരുക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രമല്ല, കോളേജിലും 250-ലധികം NSS യൂണിറ്റ് അംഗങ്ങളുടെ വീടുകളിലും ശലഭ ഉദ്യാനങ്ങൾ നിർമ്മിക്കുമെന്ന് NSS ഭാരവാഹികൾ വ്യക്തമാക്കി. പ്രകൃതിയെ പുനർജീവിപ്പിക്കുകയും ശലഭോദ്യാനം നടത്തുകയും ചെയ്യാനാണ് ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം. അതിനുവേണ്ടി ചെടികൾ നടുകയും അതുപോലെ തന്നെ അടുത്തുള്ള ക്ലീനിങ് പരിപാടികൾ കാര്യങ്ങളെല്ലാം നടത്തുകയാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിൽ ശലഭോദ്യാനം നിർമ്മിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടുത്ത ഘട്ടമായി 250-ൽ പരം NSS വോളണ്ടിയർമാരുള്ള അവരുടെ ഭവനാങ്കണത്തിൽ തന്നെ ഈ ശലഭോദ്യാനം നിർമ്മിക്കാനാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഘട്ടമായി ജില്ലയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് സാമൂഹ്യ സന്നദ്ധ സേന ലക്ഷ്യം വെക്കുന്നത്. ജയ് ഹിന്ദ് ന്യൂസ്, ഇടുക്കി.